ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കാണുന്ന റീലുകളായാലും വീഡിയോകളായാലും ഫോട്ടോകളായാലും എന്തായാലും വാട്ടർമാർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ ഹൈ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഗാലറിയിലേക്ക് സേവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. പ്ലേ സ്റ്റോറിൽ തന്നെയുള്ള ആപ്ലിക്കേഷനാണ്. പ്ലേ സ്റ്റോറിൽ ഈ ആപ്ലിക്കേഷന് 4.7 എന്ന ഹൈ റേറ്റിംഗ് ഉണ്ട്. അത്രയും മികച്ചൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ യൂട്യൂബിലൂടെ എൻ്റെ വീഡിയോ കാണുന്ന പല സുഹൃത്തുക്കൾക്കും ഡിസ്ക്രിപ്ഷൻ എവിടെയാണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ലിങ്ക് ലഭിക്കാറില്ല. ഞാൻ പരിചയപ്പെടുത്തുന്ന പല ആപ്ലിക്കേഷനും അവർക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആദ്യം ഡിസ്ക്രിപ്ഷൻ എവിടെയാണെന്ന് പറഞ്ഞു തരാം. അതിനുശേഷം ആപ്ലിക്കേഷൻ്റെ ഉപയോഗവും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ ഞാനിത് മറ്റൊരു വീഡിയോ ഉദാഹരണമായിട്ട് കാണിക്കുന്നതാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ആ ക്യാപ്ഷന് താഴെയായിട്ട് തന്നെ നിങ്ങൾക്കൊരു മോർ എന്നൊരു ചെറിയൊരു ഓപ്ഷൻ കൂടി കാണാൻ സാധിക്കുന്നതാണ്. ആ മോർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം തന്നെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ഓണായി കിട്ടും. അല്പം താഴെയായി നീല നിറത്തിൽ ഇതുപോലെ ലിങ്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് ഓണായി കിട്ടും. സ്ക്രോൾ ചെയ്ത് താഴേക്ക് വന്നാൽ ഡൗൺലോഡ് ദി ആപ്പ് എന്ന് കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നേരിട്ട് പ്ലേ സ്റ്റോറിലേക്കാണ് പോവുക. പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ പ്രത്യേകിച്ച് പെർമിഷനും കാര്യങ്ങളൊന്നും കൊടുക്കാനില്ല. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഏത് ഭാഷയാണ് വേണ്ടത് അത് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലൊരു പോപ്പപ്പ് വരും. അത് SD കാർഡിലാണോ നിങ്ങളുടെ ഫോൺ മെമ്മറിയിലാണോ സേവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അത് ഏതിലാണ് വേണ്ടത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് രണ്ട് തരത്തിൽ ഉപയോഗിക്കാൻ പറ്റും. രണ്ടിൽ ഏതാണ് എളുപ്പമായി തോന്നുന്നത് അത് നിങ്ങൾ പിന്തുടർന്നാൽ മതി. ഞാൻ ആദ്യം ഫേസ്ബുക്കിൽ നിന്ന് കാണിച്ചു തരാം. ഫേസ്ബുക്കിൽ ഫോട്ടോ ആയാലും വീഡിയോ ആയാലും എന്തായാലും അതിൻ്റെ ഷെയർ ബട്ടൺ ഉണ്ടല്ലോ, അതാണ് ഉപയോഗിക്കേണ്ടത്. ഇനി റീലാണ് കാണുന്നതെങ്കിൽ ഷെയർ ബട്ടൺ അകത്തായിരിക്കും. ജസ്റ്റ് നിങ്ങൾ ആ ഷെയർ ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെയുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ഏറ്റവും അവസാനം മോർ എന്ന ഓപ്ഷൻ ഉണ്ടാവും. ഫോൺ മോഡൽ മാറുന്നതിനനുസരിച്ച് ചെറിയ വ്യത്യാസം ഉണ്ടാവും. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ കിടക്കുന്ന എല്ലാ ആപ്ലിക്കേഷനും ഇതുപോലെ കാണിച്ചു തരും. അതിൽ നിന്ന് നിങ്ങൾക്ക് മീഡിയ സേവർ എന്ന് പറയുന്ന ഐക്കൺ കാണാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് നിങ്ങൾ അതിലേക്ക് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ വീഡിയോ ഇതുപോലെ ലോഡാകുന്നത് കാണാം. 100% ആകുന്നത് വരെ കാത്തിരിക്കുക. അതിനിടയിൽ ഇതുപോലെ എന്തെങ്കിലും പർച്ചേസ് ഓപ്ഷനൊക്കെ വന്നാൽ ജസ്റ്റ് ഒന്ന് എക്സിറ്റ് പോയാൽ മതി. 100% ഫ്രീ ആയിട്ട് തന്നെ ഉപയോഗിക്കാം. അത് 100% ലോഡായി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഗാലറിയിൽ സേവ് ആയിക്കൊള്ളും. കണ്ടോ, ആ വീഡിയോ എൻ്റെ ഗാലറിയിൽ സേവ് ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ മെത്തേഡ് പറഞ്ഞു തരാം. ഫേസ്ബുക്കിലെ പോസ്റ്റ് ആയാലും വീഡിയോ ആയാലും അതിൻ്റെ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ലിങ്ക് കോപ്പി ചെയ്യേണ്ട ഓപ്ഷൻ ഇവിടെ താഴെ ഉണ്ടാവും. ജസ്റ്റ് കോപ്പി ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫോണിൽ നിന്ന് മീഡിയ സേവർ എന്ന് പറയുന്ന ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ തന്നെ അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഗാലറിയിലേക്ക് സേവ് ആകുന്നത് കാണാം. അത് മുഴുവനാകുന്ന സമയത്ത് നിങ്ങൾക്ക് ആ വീഡിയോ ഗാലറിയിൽ ലഭിക്കുന്നതാണ്. ഇനി ഇൻസ്റ്റയിലും അങ്ങനെ തന്നെ ഷെയർ ഓപ്ഷൻ ഉണ്ടല്ലോ, ജസ്റ്റ് ആ ഷെയർ ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്താൽ താഴെ വീണ്ടും ഷെയർ ഓപ്ഷൻ ഉണ്ടാവും. ഷെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ്റെ ലിസ്റ്റ് കിട്ടും. അതിൽ നിന്ന് ഈ മീഡിയ സേവർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഒന്ന് സെലക്ട് ചെയ്താൽ അത് നിങ്ങൾക്ക് ഗാലറിയിലേക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ലിങ്ക് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താലും നമുക്ക് ഗാലറിയിലേക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.